ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് ഒരുമിച്ച് സഭയായിട്ട് കടന്നു വരുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ സ്വർഗ്ഗദൈവം ഒരുക്കുന്ന എല്ലാ നല്ല സഹവാസനായ നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് വായിച്ച 3-ാം സങ്കീർത്തനമാണ്. പലപ്പോഴും നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന സങ്കീർത്തനമാണെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട അനേക നല്ല വാക്യങ്ങൾ അതിനകത്ത് നമ്മുടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഹെഡിങ്ങിൽ കാണുവാനിടയായിത്തീരും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമെന്ന്. അബ്ശാലോം തൻ്റെ സ്വന്തം മകനായ അബ്ശാലോമിൻ്റെ കയ്യിൽ നിന്ന് മരണഭീതി മുഖാന്തരം താൻ ഓടി നടക്കുമ്പോൾ എഴുതിയ ഒരു സങ്കീർത്തനമാണ് 3-ാമത്തെ സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവേ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ നോക്കുമ്പോൾ തന്നോട് ചേർന്നിരുന്ന കൂട്ടുകാരൊക്കെയും ഹല്ലേലൂയ ഇപ്പോൾ ആരാണ്? വൈരികളായിട്ട് തന്നെ കൊല്ലുവാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വൈരികൾ എന്ന് പറയുന്നത് നമ്മുടെ ബന്ധക്കാരോ ചാർച്ചക്കാരോ ഹല്ലേലൂയ വിശ്വാസികളോ അല്ല, ശത്രുവായ പിശാചാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് പെരുകി വരും. എങ്ങനെയെന്നറിയാമോ? നമ്മൾ ദൈവത്തെ അറിയുകയും ദൈവനാമത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ട്രാക്ട് കൊടുക്കുകയും സുവിശേഷം പറയുമ്പോഴൊക്കെ എന്നറിയാമോ, വൈരികൾ അന്ധകാര ശക്തിയിൽ എന്ത് ചെയ്യും? പെരുകി വരാറിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഹല്ലേലൂയ ഈ ലോകത്തിലെ ആയുധങ്ങൾ കൊണ്ട് ഫൈറ്റ് ചെയ്യല്ല, മുഴങ്കാലം മടക്കി ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്യുന്നതൻ്റെ ശക്തിയാൽ എന്നറിയാമോ ശത്രുക്കളെ ഓടി ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ 4 ഭാഗത്തേക്കും ചിതറിച്ച് കളയുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ എത്തനകനായ ദാവീദ് പറയുന്നത്, യഹോവേ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവര് അനേകർ. 1-2 പേരല്ല, ഒത്തിരി പേര്, അനേകം പേര് എന്നോട് എതിർത്ത് വരികയാണ്. ഞാൻ അവർക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ല, എങ്കിലും വൈരികൾ ഓരോ ദിവസവും നമുക്ക് പെരുകി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സമയത്ത് എന്ത് ചെയ്യുന്നറിയാമോ? ദൈവസന്നിധിയിൽ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്ന ഒരു ദാവീദിനെ കാണുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. തൻ്റെ മകനെതിരെ യുദ്ധത്തിന് വേണ്ടി നിൽക്കാതെ അവൻ അവിടുന്ന് ഓടി ഓടി പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത 2-3 വാക്യങ്ങൾ വായിക്കാം. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നേരത്തെ ദാവീദിന്റെ കൂടെ നിന്ന ആൾക്കാരൊക്കെ തൻ്റെ മകനായ അബ്ശാലോനോട് മാറി ഒരുമിച്ച് ചേർന്ന് അനേകം പേര് നിൽക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, മറ്റേ ആൾക്കാർ പറയുകയാണ്, ഇനി അവന് രക്ഷയൊന്നുമില്ല. എന്നെപ്പറ്റി നിങ്ങളെപ്പറ്റി കഴിഞ്ഞ നാളിൽ അനേകം പേര് പറഞ്ഞതായിരിക്കാം. ഹല്ലേലൂയ. ആ വ്യക്തിയെ കൊണ്ട് ഒരു രക്ഷയുമില്ല, ഒരു കഴിവുമില്ല, ഒരു ബലവുമില്ല, ഒരു ശക്തിയുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെന്നറിയാമോ, ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. അവൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമ്മൾ താഴ്ത്തി കൊടുക്കുമ്പോൾ എത്രത്തോളം ദൈവത്തിന് താഴുമോ അത്രത്തോളം ദൈവം നമ്മളെ മാനിക്കുവാനിടയായി തീരും. അതാണ് നമ്മൾ പാടി ദൈവത്തെ ആരാധിച്ചത്. എന്നെ മാനിക്കുവാൻ, എന്നെ സ്നേഹിപ്പാൻ എന്ത് യോഗ്യതയാണ് എന്നിലും നിങ്ങളും ഉള്ളത്. ഹല്ലേലൂയ. ഒരു യോഗ്യതയും ഇല്ലായിരുന്നപ്പോൾ കൃപയാൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്താൽ എന്നറിയാമോ അവൻ നമ്മളെ മാടി വിളിക്കുവാനിടയായി തീർന്നു. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. ഹല്ലേലൂയ. മനുഷ്യൻ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നതും എന്തെങ്കിലും കഴിവോ ക്വാളിറ്റിയോ ഹല്ലേലൂയ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് മനുഷ്യർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഒരു കഴിവോ ഹല്ലേലൂയ ഒരു യോഗ്യതയോ ഒന്നുമില്ലാതിരുന്ന സമയത്ത് ദൈവമായ കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവത്തിൻ്റെ കരങ്ങൾ ഇണങ്ങി ആയുധമായി ഇരിക്കുന്നുവെങ്കിൽ നമ്മളെ അധികമായി ദൈവം ഉപയോഗിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. ദാവീദിന്റെ കയ്യിൽ ഹല്ലേലൂയ, സ്തോത്രം, ചില കല്ലുകൾ ഇണങ്ങിയിരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ കല്ലിൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയുവാനിടയായി തീരും, എനിക്കൊരു യോഗ്യതയുമില്ല, എവിടെയോ വനാന്തരത്തിൽ കിടന്നതാണ്, ഏതോ മഴകളൊക്കെ പെയ്ത് ഈ നദിയിലൂടെ ഒഴുകി എൻ്റെ കൂർത്തുമൂത്ത ഭാഗങ്ങളൊക്കെ എന്നറിയാമോ കല്ലിൽ തട്ടി അടർന്നു പോകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനത്ത്, ആരും എടുക്കാതിരുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ എൻ്റെ കൂർത്തുമൂർത്ത പല ഭാഗങ്ങൾ പോയിട്ട് ആ താഴ്വയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അറിയാമോ മിനുസമുള്ള കല്ലായി തീരുവാനിടയായി തീർന്നു. കൃപയാൽ യേശുവിനെ കണ്ടുമുട്ടിയത് മുഖാന്തരം രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുവാൻ, ഈ വചനമനുസരിച്ച് ജീവിപ്പാൻ കൃപയാൽ ദൈവമായ കർത്താവ് ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, ഹല്ലേലൂയ കൃപയൊന്നു മാത്രമാണ്. ഹല്ലേലൂയ. ഇന്നും ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സമയത്ത് നമ്മൾ ഒരിക്കലും നിഗളിച്ചു പോകരുത്, പുറകോട്ട് പോകരുത്. ഹല്ലേലൂയ. അവൻ്റെ കയ്യിലെ ഇണങ്ങിയ ആയുധമായിരിക്കുന്നുവെങ്കിൽ ദൈവം തക്ക സമയത്ത് എടുത്ത് നമ്മൾ ഉപയോഗിപ്പാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സമയം വരെയും അവൻ്റെ പാദപീഠത്തിൽ നമ്മൾ താണിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ സമയത്താണ് ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത്. ഇവിടെ വായിക്കുന്നത് ഹല്ലേലൂയ ദാവീദിനെ പറ്റി പലരും പറയുന്നത്
അവനെപ്പറ്റി ഒരു രക്ഷയുമില്ല. അവൻ്റെ കാര്യം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അവനിനി രാജാവായിട്ട് വാഴത്തില്ല. അവൻ്റെ സമയം കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം എന്ന് ചുറ്റുപാടുമുള്ള അവനോട് ചേർന്നിരുന്ന ആൾക്കാരൊക്കെയും വിളിച്ചു പറയുമ്പോൾ ദാവീദ് എന്നറിയാമോ, ദൈവത്തിൻ്റെ സന്നിധിയിൽ താന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വാക്യം പറയാം, നീ യഹോവ എനിക്ക് ചുറ്റും. എനിക്ക് പരിചയ പിടിച്ച് നിൽക്കേണ്ട ആൾക്കാർ എൻ്റെ മകനായ അബ്ശാലോമിൻ്റെ കൂടെ പരിചയ പിടിച്ച് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ പറയുകയാണ്, നീ എനിക്ക് ചുറ്റും പരിചയമാണ്. ഒരു വ്യക്തി പരിചയം പിടിച്ചാലോ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ബാക്കിലോ സൈഡിലോ ഒരു പ്രാവശ്യം പിടിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി പരിചയം പിടിച്ചാലുണ്ടല്ലോ, ചുറ്റുപാടും പരിചയമാണ്. കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. മാനുഷ്യ കരങ്ങൾക്ക് പരിമിതി ഉള്ളപ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, അമാനുഷ്യ കരങ്ങളാൽ ദൈവം നമ്മളെ താങ്ങുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് സൈഡിൽ നിന്ന് അമ്പ് വരുന്നതെന്ന് അറിയത്തില്ല, ഫ്രണ്ടിൽ കൂടെ മാത്രമല്ല. അപ്പം പറയാണ് ദാവീദ്, നീ എനിക്ക് ചുറ്റും പരിചയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ സേവിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും അവൻ പരിചയപ്പെടിക്കുന്നു. അതുമാത്രമല്ല, അവനെൻ്റെ മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തെങ്കിലും മഹത്വം ഉണ്ടെങ്കിൽ നമുക്കല്ല, ആ ദൈവത്തിന് വിട്ടുകൊടുക്കുവാനിടയായി തീരണം. അവനെൻ്റെ മഹത്വമാണ്. അടുത്ത വായിക്കുന്നത്, എനിക്ക് തല ഉയർത്തുന്നവനാണ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ നിന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു, ഇനി അവൻ്റെ തല ഒരിക്കലും ഉയരത്തില്ല. ഹല്ലേലൂയ. ഇനിയും ഹല്ലേലൂയ, അവൻ താണു പോകത്തേ ഉള്ളൂ, അസ്തമിച്ചു പോകത്തേ ഉള്ളൂ. ഒരു സൂര്യൻ അസ്തമിക്കുന്നത് പോലെ ഇനിയും ഹല്ലേലൂയ കാണത്തില്ലെന്ന് പലരും പറഞ്ഞേക്കാം. എന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ ആശ്രയിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളെ ദൈവം എന്തറിയാമോ, തല ഉയർത്തുന്നവനായി തീരും. നമ്മൾ തല ഉയർത്തേണ്ട ആവശ്യമില്ല. തക്ക സമയമാകുമ്പോൾ ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നറിയാമോ, മാനിക്കുവാനും അനുഗ്രഹിപ്പാനും സേവിപ്പാനും ഇടയായി തീരും. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ ജീവിതത്തിൽ ഓരോ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ പാദപീഠത്തിലിരിക്കുമ്പോൾ ദൈവം അവനെ ഹല്ലേലൂയ, സ്തോത്രം, യുദ്ധത്തിന് വേണ്ടി അഭ്യസിപ്പിക്കുവാനിടയായി തീരും. അവൻ അനേക കാര്യങ്ങൾ ദൈവം പഠിപ്പിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ ഹല്ലേലൂയ 5-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. എല്ലാവരും ഈ വാക്യം ഒന്ന് പറഞ്ഞേ. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയാൽ എങ്ങനെ ഇരിക്കുന്നു? ഉണർന്നാന്നോ എല്ലാവരും ഇരിക്കുന്നത്, അതോ ഉറങ്ങിയാണോ ഇരിക്കുന്നത്? ഡ്യൂട്ടിയെ കഴിഞ്ഞ് വന്നവർ കാണും, ക്ഷീണം കാണും. ഹല്ലേലൂയ. ശാരീരിക ക്ഷീണങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. രോഗം വന്നേക്കാം, പ്രയാസം കടന്നു വന്നേക്കാം. എന്നാൽ ആരാധന കടന്നു വന്നപ്പോൾ ആരും ഉറങ്ങരുത്, ഉണർന്നിരിക്കണം. എന്നറിയാമോ, ഈ വചനം ജീവനും ചൈതന്യമുള്ള സമയമാണ്. ഹല്ലേലൂയ. ബാക്കിയുള്ള സമയം ദൈവം തരും നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സമയം. ആ സമയത്ത് നമ്മൾ ഉറങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ പറയുകയാണ്, ആരാണ് എന്നെ താങ്ങിയത്? യഹോവ എന്നെ താങ്ങി. അല്പനേരം നമുക്ക് ചിന്തിക്കാം നമ്മളെ താങ്ങുന്ന യഹോവയുടെ കരത്തെ പറ്റി. ഹല്ലേലൂയ. മാനുഷ്യ കരങ്ങൾ പലപ്പോഴും നമ്മളെ താങ്ങാം, സംരക്ഷിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിമിതികളുണ്ട്. നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെയും ഹല്ലേലൂയ, സ്തോത്രം, അനേകം പേരുടെ ഹല്ലേലൂയ, വലിയ വലിയ ആൾക്കാരുടെയൊക്കെ പട്ടാളക്കാർ അവരെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ താങ്ങാമെന്നൊക്കെ പറഞ്ഞാലും അവരെന്തറിയാമോ, ചില സമയത്ത് മാറി നിൽക്കും. അല്ലെങ്കിൽ അവർ തന്നെ ഇന്ദിരാഗാന്ധിയെ കൊന്നത് അവരെ പട്ടാളക്കാർ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാനുഷ്യ കരങ്ങൾ പലപ്പോഴും താങ്ങാമെന്ന് വാക്ക് പറഞ്ഞാൽ അസ്ഥാനത്താകുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എന്നെ നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. അവൻ നമ്മളെ താങ്ങിയാലുണ്ടല്ലോ, മറ്റു മനുഷ്യർ താങ്ങുന്നത് പോലെയല്ല. ദൈവം നമ്മളെ താങ്ങുന്നത്. നമ്മൾ നേരത്തെ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ ദാവീദ് പറഞ്ഞതുപോലെ, എൻ്റെ ചുറ്റും പരിചയമായി ദൈവം നിൽക്കുവാനിടയായി തീരും. ഊരിപ്പിടിച്ച വാളുമായി ഹല്ലേലൂയ വലിയൊരു കൂട്ടത്തെ നിൽക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതം പ്രാർത്ഥിച്ചെന്ന് അറിയാമോ, അവരെക്കാട്ട് കൂടുതലുള്ള ജനസംഖ്യ നമ്മോട് കൂടെയുണ്ട്. ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മളെ കാക്കുന്ന ദൂതന്മാരുടെ വലിയൊരു സഞ്ചയം, കാവല് നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കടന്നു വന്ന വഴിയിൽ നമ്മളെ തകർക്കുവാൻ ദുഷ്ടനായ പിശാച് ഓരോ പദ്ധതിയും വിട്ട് കടന്നു വരുമ്പോൾ ദൈവമായ കർത്താവ് പറയും, അവനെൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ ഞാൻ കാക്കും, പരിപാലിക്കും. അവന് വേണ്ടി ചില നന്മകൾ, അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൂടെ പ്രാപിക്കുവാനിടയായി തീരുമെന്ന് ദൈവമായ കർത്താവ് പറയുവാനിടയായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ കാത്തു പരിപാലിച്ച് ഓരോ ദിവസവും ദൈവമായ കർത്താവ് നടത്തുവാനിടയായി തീരും. നമ്മൾ ഉറങ്ങുമ്പോഴും ദൈവമായ കർത്താവ് എന്ത് ചെയ്യുന്നില്ല? ഉറങ്ങുന്നില്ല. ചില ആൾക്കാർ ഹല്ലേലൂയ ആരാധന കടന്നു വരുമ്പോഴാണ് സുഖമായിട്ട് ഉറങ്ങുന്നത്. മറ്റ് പല സ്ഥലങ്ങളും ബിസിയും തിരക്കും പല കാര്യങ്ങളുണ്ട്. ആരാധന കഴിയുമ്പോൾ ആരും ഡിസ്റ്റർബ് ചെയ്യത്തില്ല, സുഖമായിട്ടൊന്ന് ഉറങ്ങും. എന്നാൽ നമ്മുടെ ദൈവം എന്നറിയാമോ, ഒരിക്കലും ഉറങ്ങുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്ന ഇസ്രായേലിൻ്റെ പരിപാലനം എന്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞേ? മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. നമ്മൾ കുറച്ച് നേരം അനങ്ങാതെ ആരിരുന്നാലും ഒന്ന് മയക്കം വരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം ഹല്ലേലൂയ, സ്തോത്രം,
അവൻ മയങ്ങാതെ ഉറങ്ങാതെ ഓരോ ദിവസം കൂടെ ഇരുന്ന് നമ്മളെ കാവൽ ചെയ്യുവാനിടയായിത്തീരും. ഓരോ ഹല്ലേലൂയ അതിർത്തിയുടെയും ഇന്ത്യയുടെ അതിർത്തിയുടെ ബൗണ്ടറിയുടെ ഹല്ലേലൂയ സ്തോത്രം അരികിലൊക്കെ അനേക പട്ടാളക്കാരെ നിർത്തിയിട്ടുണ്ട്. അവർ പലപ്പോഴും ക്ഷീണം കൊണ്ട് പലപ്പോഴും ഉറങ്ങിപ്പോയേക്കാം. ഹല്ലേലൂയ. എന്നാൽ നമ്മളെ കാക്കുന്ന ദൈവമുണ്ടല്ലോ, അവരൊരിക്കലും ഉറങ്ങാതെ നമ്മളെ കൂടെ ഇരുന്ന് ഏത് പ്രയാസവേളയിലും കൈപിടിച്ച് നടത്തുവാൻ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിലും താങ്ങുന്ന ഒരു കരത്തെ കാണുവാനിടയായിത്തീരും. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 46 മുതൽ നമുക്ക് താഴോട്ട് വായിക്കാം. വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ചു വലയുന്നത് അവൻ കണ്ട് ഏകദേശം രാത്രി 4-ാം മണിയാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് അവർ നിരൂപിച്ച് നിലവിളിച്ചു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുവീൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഭയത്തോട് വ്യാകുലതയോടെ യേശു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ സഹായിച്ചേനുമെന്ന് ശിഷ്യന്മാർ ചിന്തിച്ച് കാണും. പ്രൈസ് ദി ലോർഡ്. പകലത്തെ വലിയൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് യേശു പ്രാർത്ഥിക്കാൻ സന്ധ്യാസമയമായപ്പോൾ മലയിലേക്ക് കടന്നുപോയി. ശിഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോകുകയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനറിയാം അക്കരയ്ക്ക് പോകുമ്പോൾ എന്തുകൊണ്ട്? കാറ്റുണ്ട്, തിരമാലയുണ്ട്. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തീയ യാത്ര മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അറിയാത്ത അടുത്ത ദിവസങ്ങൾ അനേക കാറ്റുകൾ, പ്രതികൂലങ്ങൾ, തടസ്സങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. എന്നാൽ നമുക്ക് മുൻപേ അറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. അക്കരയ്ക്ക് കടന്നു പോയപ്പോൾ എന്തറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. ആ കടലിൻ്റെ നടുവിലെത്തിക്കഴിഞ്ഞപ്പോൾ വലിയൊരു കാറ്റ് അവരുടെ ജീവിത പടകിൽ ആഞ്ഞടിക്കുവാനിടയായി തീർന്നു. നമ്മൾ കാറ്റടിച്ച് കഴിയുമ്പോൾ എന്താ പറയും? അയ്യോ അപ്പച്ച, അമ്മച്ചി, അതൊക്കെ നമ്മൾ വിളിക്കാറുള്ളൂ. എന്നാൽ എന്നറിയാമോ, ഇവർ ദൈവത്തെ വിളിക്കുവാൻ തുടങ്ങി. ആരത് കാറ്റുകൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ലോകത്തിലുള്ള ആശ്രയങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ ഉയരത്തിൽ നിന്ന് കരം പിടിച്ച് നമ്മളെന്നറിയാമോ, ക്രിസ്തുവാന്ന് പാറമേൽ നിർത്തുവാനിടയായിത്തീരും. ഇവരെ കാറ്റും പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ അവർക്കറിയാം, ഹല്ലേലൂയ, അവർ പല പ്രാവശ്യം മുക്കവന്മാരാണ്. ഹല്ലേലൂയ. ഇതുപോലെ അനേക കാറ്റുകൾ, പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ അവരെ തണ്ടുകളൊക്കെ വലിച്ച്, പാക്കപ്പലാണ് പണ്ടുള്ളത്, അതൊക്കെ വലിച്ചിട്ട് അവർ നിവർത്തി കാറ്റിന് ഹല്ലേലൂയ എങ്ങനെയെങ്കിലും ഹല്ലേലൂയ അനുകൂലമായി കടന്നു പോകാൻ നോക്കിയപ്പോൾ അവരെന്ത് ചെയ്തു? തളർന്നു പോകുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതയാത്രയിൽ ഇതുപോലെയാണ്. നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കൊണ്ടോ സാമർഥ്യം കൊണ്ടോ കുറച്ചൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കുവാൻ നോക്കും. എന്നാലെന്തറിയാമോ, നമ്മൾ തളർന്നു പോകുന്ന സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ സമയത്താണ് ചിലർ യേശുവിനെ അറിയുവാനിടയായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 100% നമ്മൾ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ അതുവരെ ദൈവം നോക്കും എന്തുമാത്രം നിൻ്റെ കഴിവ്, എന്തുമാത്രം നീ പിടിച്ചു നിൽക്കുമെന്ന്. എന്നാൽ 100% ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഏകദേശം രാത്രിയുടെ 4-ാം യാമമായി. ചുറ്റുപാടും ആരും രക്ഷിക്കുവാനില്ല. ചുറ്റുപാടും കൂരിട്ട് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഹല്ലേലൂയ എന്തെന്നറിയാമോ, ദൈവമായ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലായി തൻ്റെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ സ്തോത്രം നശിച്ചു പോവുകയാണ്. ആ സമയത്ത് യേശു കർത്താവ് എന്നറിയാമോ, നടന്ന് വെള്ളത്തിൻ്റെ മീതെ കടന്നു വന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവർ ചിന്തിച്ചത് യേശു അങ്ങനെയൊന്നും കടന്നു വരത്തില്ല, ഇതൊരു ഭൂതമായിരിക്കുമെന്ന് പറഞ്ഞ് അവർ നിലവിളിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആ സമാധാനത്തിൻ്റെ വാക്കേട്ടോ മനസ്സിലായി, എൻ്റെ ഗുരുവിൻ്റെ ശബ്ദമാണ്. എത്ര പേര് പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ. അത് നമ്മളെ ബലപ്പെടുത്തുവാനിടയായിത്തീരും. നമ്മൾ ക്ഷീണിച്ച് തളർന്ന് പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പുറകോട്ട് പോകുവാനല്ല, ദൈവത്തിൻ്റെ പാത വിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ശബ്ദം നമ്മളെ ബലപ്പെടുത്തുകയും ഹല്ലേലൂയ ആ കുഴഞ്ഞ ചേറ്റിൽ ആ പ്രയാസത്തിൽ താണു പോകാതെ ദൈവമായ കർത്താവ് നമ്മളെ വലം കൈ പിടിച്ച് നടത്തുകയും ചെയ്യും. ഹല്ലേലൂയ. അവിടെ കാണുവാനിടയായി തീർന്നതെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അവനെന്ത് ചെയ്തു? ആ പടകിൽ കയറി. നേരത്തെ യേശു ഇല്ലാതെ പോയിരുന്ന പടകിൽ എന്നറിയാമോ, കാറ്റും തെലുമാരെയും കടന്നു വന്നപ്പോൾ അവർ യേശുവിനെ വിളിച്ചപ്പോൾ യേശു ആ പടകിൽ കയറി. പടകിൽ കയറിയപ്പോൾ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാനിടയായി. നമ്മുടെ ജീവയാത്രയിൽ ഹല്ലേലൂയ നമ്മുടെ അടിക്കുന്ന അനേക കാറ്റുകൾ, തിരമാലകളുണ്ട്. അതിന് മുൻപിൽ അതിനെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ അതിനോട് ദേഷ്യപ്പെടുകയോ വൈരാഗ്യപ്പെടുകയോ വിദ്വേഷപ്പെടുകയോ അല്ല നമ്മൾ ചെയ്യുന്നത്, ലോകമനുഷ്യർ ചെയ്യുന്നതാണ്. എന്നാൽ അതിൻ്റെ പുറകിൽ കടത്തിവിട്ട ഒരു സാത്താന്യ ശക്തിയുണ്ട്. അതിനെന്തറിയാമോ, ദൈവമായ കർത്താവ് എന്ത് ചെയ്തു? യേശു കർത്താവ് അതിനെ ശാസിക്കുവാനിടയായി തീർന്നു. പൽക്കാലം മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ആരാധിച്ച് ചിലതിനെ ശാസിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്ര എന്നറിയാമോ മുന്നോട്ട് പോകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ.
യേശു പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അറിയാമോ, കാറ്റ് അടങ്ങുവാനിടയായി. മറ്റുള്ള എന്ത് ചെയ്തു? ആശ്ചര്യപ്പെടുവാനിടയായി തീർന്നു. നമ്മുടെ കുടുംബജീവിതത്തിൽ, ഹല്ലേലൂയ, നമ്മുടെ ജോലിയുടെ ബന്ധത്തിൽ ഏതെങ്കിലും കാറ്റുകൾ അടിക്കുന്നുണ്ടെങ്കിൽ അതിനെ നോക്കി ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം പിറുപിറുക്കാതെ മുഴങ്കാലം അടക്കി ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് ഹല്ലേലൂയ ശിഷ്യന്മാരുടെ ഇടയിൽ ഹല്ലേലൂയ സ്തോത്രം വെള്ളത്തിലൂടെ നടന്നു വന്നതുപോലെ ഏത് സാഹചര്യത്തിലും ദൈവത്തിന് അത്ഭുതം ചെയ്യുവാനിടയായി തീരും. നമുക്കാണ് ഇന്ന സാഹചര്യത്തിൽ മാത്രമേ ദൈവത്തിന് ചെയ്യുവാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ദൈവത്തിന് പരിമിതി ഇടുന്നത്. ദൈവത്തിന് ഒരിക്കലും പരിമിതി ഇടതിൽ ഏത് സമയത്തും കടന്നു വന്ന് നമ്മളെ വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുക. സങ്കീർത്തനം 20:2 വാക്യം നമുക്ക് വായിക്കാം. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ, സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ താങ്ങുന്ന ഇവിടെയാണ്, സിയോനിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് നമ്മളെ താങ്ങുന്ന യഹോവയുടെ കരം അവൻ അയക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ക്ഷീണിച്ചു പോകുമ്പോൾ, തളർന്നു പോകുമ്പോൾ, നീന്തൽ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും, അനേക കിലോമീറ്റർ നീന്തി പോകുമ്പോൾ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഈ വെള്ളത്തിലേക്ക് ഞാൻ താഴ്ന്നു പോകത്തുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തെ വിളിക്കുമെന്നറിയാമോ, താങ്ങുന്ന ഒരു കരം നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളിലൊക്കെയും ഹല്ലേലൂയ ലോകമാകുന്ന വെള്ളത്തിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ, പലവിധമാകുന്ന പ്രയാസങ്ങൾ പ്രതികൂലം കടന്നു വന്നപ്പോൾ, എങ്ങനെ ഞാൻ അടുത്ത സ്റ്റെപ്പ് വെക്കുമെന്ന് നോക്കിയപ്പോൾ നമ്മൾ ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുമ്പോഴെന്നറിയാമോ, അവൻ നമ്മളെ താങ്ങിയത് മുഖാന്തരമാണ് ഇന്നും നമ്മൾ ആരാധനയെ കടന്നു വരുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. 37 സങ്കീർത്തനത്തിന്റെ 23-24 വാക്യങ്ങൾ വായിക്കാം. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലംപരിചാകിയില്ല, യഹോവ അവനെ കൈക്ക് പിടിച്ച് താങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെന്നറിയാമോ, ഒരു മനുഷ്യൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നണം. നമ്മൾ പോകുന്ന വഴിയിൽ ദൈവത്തിന് പ്രസാദമുള്ള വഴിയിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ നടക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നുവാനിടയായി തീരും. ലോകത്തിൽ അനേക വഴികളുണ്ട്. ലോക വഴിയിലൂടെ കടന്നു പോകുവാനല്ല, ദൈവത്തിൻ്റെ വചനമാകുന്ന വഴിയിലൂടെ കടന്നു പോയാൽ ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നും. ആ വഴിയിലൂടെ നടന്നു വന്ന വ്യക്തിയെ ഹല്ലേലൂയ സ്തോത്രം, അവൻ വീണുപോയാലും, വീഴുന്ന സാഹചര്യം ഉണ്ടായാലും, ഒരു കല്ലുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ വന്നാലും, അവൻ വീണുപോകുന്ന ചിന്തിച്ചാലും അവനെ താഴെ വീഴുവാൻ ദൈവം ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ആ സമയത്ത് എന്നറിയാമോ, ആ ദൈവത്തിൻ്റെ കരം നമുക്ക് വീഴാതെ വണ്ണം നമ്മളെ പരിപാലിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അറിയാം, അവർ നമ്മളെ കൈക്ക് പിടിച്ച് നടത്തും. അവർക്ക് ഇഷ്ടമല്ല നമ്മുടെ കൈക്ക് പിടിക്കുന്നത്. നമ്മൾ സമയത്ത് എന്ത് ചെയ്യും? അവരെ വിടുവാനിടയായി തീരും. ആ സമയത്ത് എന്ത് ചെയ്യും? അവർ പെട്ടെന്ന് കല്ല് തട്ടി വീഴുവാൻ പോകും. മാതാപിതാക്കളെ നോക്കിക്കത്തിൽ എന്തറിയാമോ, ഓടിച്ചെന്ന് അതിനെ കോരിയെടുക്കുവാനിടയായി തീരും. ഇതുപോലെ ദൈവമായ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവയാത്രയിൽ അനേക ഭാഗങ്ങൾ നമ്മൾ വീണു പോകാമായിരുന്നു, തരിപ്പണമാകാമായിരുന്നു. ഹല്ലേലൂയ. ആ സമയത്ത് എന്നറിയാമോ, ദൈവത്തിൻ്റെ കരം ശാശ്വത പൂജ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുവാനിടയായി. 41 സങ്കീർത്തനം 3 വാക്യം വായിക്കാം. യഹോവ അവനെ രോഗശയിൽ താങ്ങും, ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രോഗം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും പ്രയാസം വരുമ്പോഴും ദൈവം മാറി നിൽക്കത്തില്ല. എന്നറിയാമോ, രോഗശയ്യയിലും താങ്ങുന്ന ഒരു യഹോവയുടെ കരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അനേക രോഗങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങളൊക്കെ ഞാൻ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതിലൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഡോക്ടർമാർ നമ്മളെപ്പറ്റി ഇത്ര മാസം അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 1 വർഷം 2 വർഷം ജീവിച്ചിരിക്കത്തുള്ളെന്ന് അവർ വിധി എഴുതിയേക്കാം. എന്നാൽ അതിനെയൊക്കെ തിരുത്തി എഴുതുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതനുഭവിച്ചവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് അതിൽ എഴുതിയിരിക്കുന്നു, യഹോവ എന്നറിയാമോ, രോഗശയ്യയിൽ നിന്നെ താങ്ങുവാനിടയായി തീരും, ദീനത്തിൽ നിന്റെ കിടക്കെ മാറ്റി വിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദീനത്തിൽ വയ്യാതെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ 2-3 ദിവസം ആ കിടക്കയിൽ അല്ലെങ്കിൽ ആ ബെഡിലായിരിക്കും, ഹല്ലേലൂയ അതിന് ഷീറ്റ് വിരിച്ചായിരിക്കും കിടക്കുന്നത്. എന്നാൽ ആരോഗ്യം വരുമെന്നറിയാമോ, ആ ഷീറ്റൊക്കെ മാറ്റുവാനിടയായി തീരും. അതുപോലെ ദൈവമായ കർത്താവ് നിനക്ക് ആരോഗ്യം ബലവും തരുവാനിടയായി തീരും. താങ്ങുന്ന രോഗശയ്യയിലും നമ്മളെ താങ്ങി ഹല്ലേലൂയ നമ്മളെ വഴി നടത്തുന്ന ദൈവം, ഹല്ലേലൂയ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാർദ്ധക്യ നരയൊക്കെ കടന്നു വരുമ്പോൾ അനേകം പേര് നമ്മളെ ഹല്ലേലൂയ കൈവിടുവാനിടയായി തീരും. രാവിലെ ഒരു വീഡിയോ കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ മക്കൾക്ക് ഹല്ലേലൂയ വസ്തുക്കൾ വീതം വെച്ച് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഒരു പിതാവിനെ ഒരു മോൻ കടന്നു വന്നിട്ട് അടിച്ച് തള്ളി താഴെ ഇട്ടു. വീണ്ടും വീണ്ടും പുള്ളി എഴുന്നേൽക്കുന്നുണ്ട്. അവനെ താഴെ ഇട്ടിട്ട് ആ പുള്ളി മരിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടി? ഈ ലോകത്തിലെ സമ്പത്തിനു വേണ്ടി. ചെറുപ്രായമായിരിക്കുമ്പോൾ അവനെ താങ്ങിയെടുത്ത പിതാവിൻ്റെ കരമാണ്. ആ കരം കൊണ്ട് തന്നെ കൊല്ലുവാനിടയായി തീർന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ സമ്പത്തിന് വേണ്ടി, ദൈവീയാഗ്രഹത്തിന് വേണ്ടി സ്വന്തം പിതാവിനെ പോലും ബലി കൊടുക്കുന്ന കാലമാണ് ഇപ്പോഴ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ങാമെന്ന് വാക്ക് പറയുന്ന മക്കൾ പോലും ഇന്നറിയത്തില്ല, ഹല്ലേലൂയ, മാതാപിതാക്കളെ താങ്ങുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ കൈവിടുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം ഏത് സമയത്തും നമ്മളെ താങ്ങുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്ന നരയും വാർദ്ധക്യമുള്ള കാലത്തോളം എല്ലാ നാളും നമ്മോട് കൂടെയുള്ളത് ദൈവത്തിൻ്റെ കരമൊന്ന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവം താങ്ങുന്നത്? 41-ാം സംഗീതത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുക, നിഷ്കളങ്കിൽ നിമിത്തം നീ എന്നെ താങ്ങുന്നു. ഓ, നമ്മുടെ ജീവിതത്തിൽ നിഷ്കളങ്കതയുണ്ടെങ്കിൽ, ഇന്നസെൻ്റ് മൈൻഡ് ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ താങ്ങുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരു നിഷ്കളങ്ക മനസ്സെനിക്ക് ആവശ്യമാണ്. ദാവീദ് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാറുണ്ട്, ഹല്ലേലൂയ, നിഷ്കളങ്കമായൊരു മനസ്സിന് വേണ്ടി. ദൈവസ്ഥലിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പലപ്പോഴും നമുക്ക് ദൈവം നമ്മളെ താങ്ങാതിരിക്കുന്നത്, ഉപേക്ഷിച്ചോ, എന്തുകൊണ്ട്, ഹല്ലേലൂയ, ദൈവം എന്നെ കൈവിട്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിഷ്കളങ്ക മനസ്സ് നമ്മൾക്ക് മാറുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ആ മനസ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 63-ാം സംഗീതത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കാം. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു. അടുത്ത ദൈവം നമ്മളെ താങ്ങണം ചെയ്യണം, അവനോട് നമ്മൾ പറ്റിയിരിക്കണം. ദൂരത്ത് മാറിയിരുന്നാൽ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒരു കൊച്ചു കുഞ്ഞ് വീഴാൻ പോകുമ്പോൾ നമ്മൾ അടുത്തായിരിക്കുമ്പോഴാണ് അതിനെ പിടിക്കാൻ പറ്റുന്നത്. ഒത്തിരി ദൂരത്ത് മാറിയിരുന്നാൽ പറ്റത്തില്ല. അതുപോലെ നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യണം? എത്രത്തോളം അടുത്തിരിക്കുന്നുണ്ടോ, വിശുദ്ധിയോടെ, വേർപാടോടെ, ദൈവത്തിൻ്റെ വചനം വായനയിൽ എത്രത്തോളം അടുത്തിരിക്കുന്നുണ്ടോ, അത്രത്തോളം ദൈവം നമ്മളെ താങ്ങുവാനിടയായിത്തീരും. ദൈവസന്നിധി വിട്ട് ഈ ലോക ഇമ്പങ്ങളിലേക്ക്, സ്വന്തം വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്നറിയാമോ, ദൈവത്തിൻ്റെ കരം അവിടെ നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലകാലം നമ്മൾ ചിന്തിക്കണം, ദൈവത്തിനോട് അടുത്ത് പറ്റിയാണോ ഇരിക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് ചേർന്നാണോ ഇരിക്കുന്നത്, അതോ ദൂരം വിട്ട് അനുഗമിക്കുകയാണോ? യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് എന്തെന്നറിയാമോ, ദൂരം വിട്ട്, ഹല്ലേലൂയ, ശിഷ്യന്മാരെ അനുഗമിക്കുവാനിടയായി. എന്ത് സംഭവിക്കുന്നു കാണുവാൻ ദൂരം വിട്ട് അനുഗമിക്കുവാനിടയായി. നമുക്കറിയാം, ഹല്ലേലൂയ, അത് മുഖാന്തരം യേശുവിനെ തള്ളിപ്പറയുവാൻ വരെ ഇടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ഉണ്ടാവരുത്. ദൂരം വിട്ടു പോയി കഴിയുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹം കുറയുവാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവത്തോട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്തു വരുവാനിടയായിത്തീരണം. യെശയ്യാവിൻ്റെ പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും, നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന് പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നത് എന്നറിയാമോ, നീ ഭയപ്പെടേണ്ട. മനുഷ്യൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. എന്നറിയാമോ, നമ്മളെ മെനഞ്ഞ കർത്താവാണ്, നമ്മളെ സൃഷ്ടിച്ച കർത്താവാണ്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്തെന്ന് പറഞ്ഞാൽ, താഴെഴുച്ചുകൊണ്ട് നീ ഭ്രമിച്ചു നോക്കേണ്ട കാര്യമില്ല. എന്നറിയാമോ, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഏത് സമയത്തും അടുത്ത് എന്ന്, രാത്രിയോ പകലോ, ഹല്ലേലൂയ, സമയവ്യത്യാസമില്ലാതെ ഏത് സമയത്തും അടുത്ത് എന്ന് നിലവിളിക്കുവാനും കരയുവാനും പ്രാർത്ഥിക്കുവാനും പറ്റിയ ഒറ്റയിടമേ ഉള്ളൂ, യേശുവിൻ്റെ പാദപീഠം മാത്രമാണ്. അതുകൊണ്ട് പറയുന്നത്, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഇന്ന് പൽക്കാലം ആരെങ്കിലും ശക്തിയില്ലാതെ, ബലമില്ലാതെ, ക്ഷീണിച്ച് ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനല്ല പറയുന്നത്, ദൈവത്തിൻ്റെ വചനം വിളിച്ച് പറയുകയാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം ആ ശക്തി ഏറ്റെടുത്തിട്ട് മാത്രമേ പോകാവൂ. യൗവനക്കാർ ക്ഷീണിച്ചു പോകും, ബാല്യക്കാർ ഇടറി വീഴും. എങ്കിലും ആരാണെന്നറിയാമോ? എല്ലാവരും പറഞ്ഞേ, യഹോവയെ കാത്തിരിക്കുന്നറിയാമോ? ഓ, ശക്തി. ഹല്ലേലൂയ. ആ ശക്തി ലോകത്തിൽ നിന്ന് ലഭിക്കുന്നതല്ല, ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയാണ്. ഹല്ലേലൂയ. ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തികൾ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്ന ശക്തികളാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ആഹാരം കഴിച്ചിട്ട് കുറച്ചൊന്ന് ഓടി നോക്കിയേ, 2 ദിവസം ആഹാരം കഴിക്കാതിരുന്നേ നമ്മൾ ക്ഷീണിച്ച് തളർന്നു പോകും. എന്നാൽ 21 ഡേയ്സ് 41 ഡേയ്സ് ഒക്കെ ഫാസ്റ്റിംഗ് ഇരുന്ന് നോക്കിയേ, അല്ല ഉയരത്തിലെ ശക്തി. എന്ന് പൽക്കാലം മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ഹല്ലേലൂയ, മാൻപേടകളെ പോലെ തുള്ളിച്ചാടവണ്ണം ദൈവം നമ്മളെ ബലപ്പെടുത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് പറയാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും. എവിടെ ക്ഷീണിച്ചു പോയി, എവിടെ തളർന്നു പോയെന്ന് ഞാനും നീ ചിന്തിക്കുന്നുണ്ടോ? ദൈവമായ കർത്താവ് പറയാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ആ ഉയരത്തിലെ ശക്തി ഇന്ന് പൽക്കാലം എനിക്ക് ആവശ്യമാണ്. എൻ്റെ മൺകൂടാരത്തിലേക്ക് ആ ശക്തി ഇറങ്ങി വരണമേ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ വചനം കേട്ടിട്ട് ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറ്റു ചെവിയുടെ വിടാനല്ല, ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ ഉയരത്തിലെ ശക്തി പകരുവാനിടയായി തീരും. യേശുവിനെ ക്രൂശിച്ച സമയത്ത് ശിഷ്യന്മാരൊക്കെ ഓടി ഒളിക്കുവാനിടയായി. എന്നാൽ യേശു പ്രത്യക്ഷ സമയത്ത് അവരൊന്നുകൂടെ ബലം പകർന്നു. ആരെന്ന് പറഞ്ഞു, യേശു പറഞ്ഞു, ഈ ബലവും ശക്തിയും പോരാ, ഞാൻ ഉയരത്തിലേക്ക് കടന്നു പോയിട്ട് പരിശുദ്ധാത്മാവിനെ ഞാൻ നിനക്ക്
അയച്ചു തരും. മാളിക മുറിയിൽ യേശുവിൻ്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരും എന്തറിയാമോ, അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ ആ ഉയരത്തിലെ ശക്തി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർ ആൾ മാറിയവനെ പോലെയായി. നേരത്തെ ഓടി ഒളിച്ച ശിഷ്യന്മാർ പറയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ അവർ സാക്ഷീകരിക്കുവാനിടയായി. എവിടെ നിന്ന് ലഭിച്ച ഈ ശക്തി, ഈ ബലം? ഉയരത്തിലെ ശക്തി ഇറങ്ങി വന്നപ്പോൾ. ഇന്ന് പൽക്കാല ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ആ ഉയരത്തിലെ ശക്തി എനിക്ക് ആവശ്യമാണ്, ആ കൃപ എനിക്ക് ആവശ്യമാണ്. പലപ്പോഴും പല വിഷയത്തിലും ഞാൻ ക്ഷീണിച്ച് തളർന്നു പോകാറുണ്ട്. കർത്താവേ, ഇന്ന് പൽക്കാലം ആ ഉയരത്തിലെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുക. നീ ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. അടുത്ത വായിക്കുന്നത്, ഞാൻ നിന്നെ സഹായിക്കും. മനുഷ്യർ സഹായിക്കുന്നതിന് പരിമിതികളുണ്ട്. നമ്മുടെ ബന്ധക്കാർ, ചർച്ചക്കാരൊക്കെ നാട്ടിലൊക്കെ കടന്നു വരുമ്പോൾ, ചെറുപ്രായമായിരിക്കുമ്പോൾ ചെറിയ കൈമടക്ക് അല്ലെ ചെറിയ പൈസകൾ തരാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനൊക്കെ പരിമിതികളുണ്ട്. എന്നാൽ ദൈവം നമ്മളെ സഹായിച്ചു കഴിഞ്ഞാൽ, ദൈവം നമുക്ക് ആരോഗ്യം തന്നു കഴിഞ്ഞ് ഈ ദേശത്ത് കൊണ്ടുവന്ന് നല്ല ജോലി ലഭിച്ചപ്പോൾ പരിമിതികളില്ലാതെ ദൈവം നമുക്ക് നൽകിയിട്ടില്ലയോ? ആ ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം തന്നാൽ പരിമിതിയില്ലാതെ തരുവാനിടയായിത്തീരും. മനുഷ്യൻ തന്നാൽ പരിമിതി തരും, എണ്ണിത്തരും. ഹല്ലേലൂയ. ദൈവം തരുന്നയാൾ എണ്ണാതെയാണ് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കഴിഞ്ഞിട്ട് അപ്പം എടുത്തു കഴിഞ്ഞപ്പോൾ എന്നറിയാമോ, എല്ലാവരും തിന്ന് തൃപ്തിയായി. ഇപ്പം നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ 50 പേർക്ക് 60 പേർക്ക് കഴിക്കാത്തക്കോണം ആഹാരം കൊണ്ട് തരും. എന്നാൽ ദൈവം തന്ന കയ്യിലുണ്ടല്ലോ, പരിമിതിയില്ലാതാണ് തരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. വിധവയുടെ ഭവനത്തിൽ കടന്നു ചെന്ന് കഴിയുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കലത്തിലെ എണ്ണ അളവനുസരിച്ചല്ല, അളവ് കൂടാതെ വേണം നൽകുവാനിടയായി. വെറും പാത്രങ്ങളൊക്കെ എന്തുമാത്രമുണ്ട് അത് വാങ്ങിച്ചുകൊണ്ട് വരിക. പ്രൈസ് ദി ലോർഡ്. അത് മൊത്തം നിറയ്ക്കാൻ ദൈവസന്നിധിയിലുണ്ട്. ഇതുപോലെ കാലം നമ്മുടെ ഹൃദയം ഒന്ന് തുറക്കട്ടെ, ഹൃദയത്തിൻ്റെ പാത്രം ഒന്ന് തുറക്കട്ടെ. ദൈവസന്നിധിയിൽ അത്രത്തോളം നിറയ്ക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. ചില പരിമിതികൾ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിന് നിറയ്ക്കുവാൻ പറ്റത്തില്ല. നമ്മുടെ ദൈവം പരിമിതി ഇല്ലാത്തവനാണ്. അവർ ഒരിടത്ത് ഒതുക്കി വയ്ക്കുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവ സർവ്വവ്യാപിയാണ്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യയുണ്ട്. ദൈവമായ കർത്താവ് പറയാണ്, ഞാൻ നിന്നെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മറ്റുള്ള വ്യക്തി നമ്മളെ സഹായിക്കാവുന്ന വാക്ക് പറഞ്ഞിട്ട് സാഹചര്യം വരും എന്നറിയാമോ, മനുഷ്യരാണ്, അവർ മാറിപ്പോകും. എന്നാൽ ദൈവം എന്ത് ചെയ്യത്തില്ല, മാറിപ്പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞാൽ പുറകോട്ട് പോകുന്ന ദൈവമല്ല. നമ്മുടെ ആവശ്യ സമയത്ത് ആര് സഹായിക്കുവാനില്ലെങ്കിലും സഹായിക്കുന്ന ദൈവത്തിൻ്റെ ഉയരത്തുള്ള കരം നമ്മളെ നീട്ടുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്, എന്നെ വഴി നടത്തിയിട്ടുണ്ട്. ഇന്നും ആ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവനെ മുറുകെ പിടിക്കാമോ, എത്രത്തോളം അവനോട് ചേർന്ന് പറ്റിച്ചേർന്ന് നിൽക്കാമോ, അത്രത്തോളം ദൈവം എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വായിക്കുന്നത്, അവൻ എന്നെ സഹായിക്കും. അടുത്തെന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട്. ദൈവത്തിൻ്റെ വലം കൈ എന്താണ്? നീതിയുള്ള വലം കൈയാണ്. നമ്മുടെ കൈ പലപ്പോഴും അനീതിയുള്ളതാണ്. ഹല്ലേലൂയ. മറ്റു ആൾക്കാർക്ക് നേരെ ഉയർത്തിയ കൈ ആയിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ചിലത് എഴുതിയ കരങ്ങളായിരിക്കാം. അനീതി പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും കൈയിലൂടെയൊക്കെ കടന്നു വരും. എന്നാൽ ദൈവത്തിൻ്റെ കൈ എന്നറിയാമോ, നീതിയുള്ള വലം കൈയാണ്. ആ വലം കൈ കൊണ്ട് നമ്മളെ താങ്ങുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യമാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുവാനിടയായി തീരും. യെശയ്യാവ് 42:1 വാക്യോട് വായിക്കാം. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. ഇതാണ് എഴുതിയിരിക്കുന്നത്. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. ദൈവം നോക്കിയിട്ട് പറയുകയാണ്, എൻ്റെ ദാസനെ ഞാൻ താങ്ങും. എൻ്റെ വഴിയിലൂടെ എൻ്റെ ഇഷ്ടം ചെയ്ത് എന്നോട് പറ്റി നിൽക്കുന്ന എൻ്റെ ദാസനുണ്ടല്ലോ, അവനെ ഞാൻ താങ്ങുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അനേകം മിഷണറിമാർ വടക്കേ ഇന്ത്യയിലും പലയിടങ്ങളിലും കടന്നുപോയി സുവിശേഷം അറിയിക്കുമ്പോൾ വിരോധികൾ അവർക്കെതിരെ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ കരങ്ങൾ വഹിക്കുവാനിടയായി തീരും. അനേകം മിഷണറിമാരുടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില വീടൊക്കെ തീയിടാൻ വേണ്ടി അവർ ഒരുമിച്ച് രാത്രിയിൽ ആലോചിച്ചിട്ട് ചുറ്റുപാടും വന്ന് കൂടി നിൽക്കും. എന്നാൽ അവർ നോക്കുമെന്നറിയാമോ, വലിയൊരു പട്ടാളം, ഒരു പോലീസ്, ഹല്ലേലൂയ, അവരെ ചുറ്റുപാട് നിൽക്കുന്നവർ കാണുവാനിടയായി തീരും. ആരറിയാമോ? സ്വർഗീയ ദൂതന്മാരുടെ കാവലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ വായിക്കുന്നത്, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. മനുഷ്യൻ പലപ്പോഴും കൈകൊണ്ട് താങ്ങിയിട്ട് അടിച്ചിട്ട് പോകുമ്പോൾ നമ്മുടെ ദൈവം അതല്ല, എന്നെയും നിങ്ങളെയും ആ വീണ് കിടക്കുന്ന താന്ന് കിടക്കുന്നതെന്ന് ഉയരത്തിലേക്ക് പൊക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇതാ എന്നെ താങ്ങുന്ന ദാസൻ, എൻ്റെ ഉള്ള പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൽ നമ്മൾ ആശ്രയിപ്പാനിടയായി തീരണം.
പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആശ്രയിക്കുന്നുവെങ്കിൽ നമ്മളെ താങ്ങുന്ന ഒരു കരം നമുക്ക് കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. എന്തെങ്കിലാമോ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ഉണ്ടായത് മുഖാന്തരമാണ് ദൈവം നമ്മളെ താങ്ങുന്നത്. 1 തെസ്സലോനിക്കർ 5-ാമത്തെ വാക്കൂടെ വായിക്കാം. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവേൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവേൻ, ബലഹീനരെ താങ്ങുവേൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുവേൻ. തെസ്സലോനിയർക്ക് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്താണ്? ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ. ക്രമമില്ലാതെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനമില്ലാതെ സ്വന്തം വഴിയിലൂടെ കടന്നു പോകുന്നവരെ നമ്മൾ ബുദ്ധി ഉപദേശിക്കണം. അടുത്ത എഴുതിക്ക് എന്താണ്? ഉൾക്കരുത്തില്ലാത്തവരെ എന്ത് ചെയ്യണം? ധൈര്യപ്പെടുത്തണം. പലപ്പോഴും പലവിധമാകുന്ന വിഷമത്തിൽ, പ്രയാസത്തിൽ, ഹല്ലേലൂയ, ക്ഷീണിച്ച് തടന്നു പോകുമ്പോൾ ഉൾക്കരുത്ത്, മനോധൈര്യം, ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് മനസ്സിൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. അത് ക്ഷീണിച്ച് പോകുമ്പോഴാണ് മനുഷ്യൻ പെട്ടെന്ന് ഹല്ലേലൂയ മറ്റു മാർഗ്ഗങ്ങൾ ഹല്ലേലൂയ ആലോചിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. അവരെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഉൾക്കരുത്തില്ല, ധൈര്യപ്പെടുത്തുകയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബലഹീനരെ എന്ത് ചെയ്യണം? താങ്ങുകയും. ബലഹീനെ കാണുമ്പോൾ, അവർ വീണ് കിടക്കുമ്പോൾ അവനെ തള്ളിയിട്ടിട്ട് പോകുവാനല്ല, അവനെ എന്ത് ചെയ്യണം? താങ്ങുന്ന ഒരു കരം. പ്രൈസ് ദി ലോർഡ്. അത് ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം, ചിലപ്പോൾ വാക്കുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു നോട്ടത്തിലായിരിക്കാം, ചിലപ്പോൾ ഒരു ചിരിയിലായിരിക്കാം. അവരെ നമ്മൾ താങ്ങുവാനിടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, നമ്മുടെ അത്രയും കഴിവില്ലായവരായിരിക്കാം, നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂട്ടുകാരായിരിക്കും, ബന്ധക്കാരായിരിക്കും, ചുറ്റുപാട് താമസിക്കുന്നവരായിരിക്കാം. അവരെ കാണുമ്പോൾ അവർക്ക് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുവാനല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് ഉൾക്കഴുത്തില്ലാത്തവർ, ബലമില്ലാത്തവർ, ബലഹീനായിട്ടുള്ളവരെ താങ്ങുന്ന ഒരു കരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവമായ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇതുവരെയും താങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വചനം കേൾക്കുന്നുവെങ്കിൽ, നമുക്ക് ഈ ദേശത്ത് കടന്നു വന്ന് ജോലി ചെയ്യാനുള്ള ബലവും ശക്തിയും കൃപയും ബുദ്ധിയും ജ്ഞാനവും ഒക്കെ തന്നപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അനേകം പേര് ഇപ്പോഴും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും കിടക്കുമ്പോൾ നമ്മുടെ കരം നീട്ടി അവരെ താങ്ങുവാനിടയായി തീരണം. നല്ല ശബരിയക്കാരൻ്റെ കഥ യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ചതാണ്. ഹല്ലേലൂയ. അതുവഴി പുരോഹിതന്മാരും മറ്റാൾക്കാരൊക്കെ കടന്നുപോയി, നോക്കിയതേ ഉള്ളൂ. എന്നാൽ നല്ല ശബരിക്കാരൻ എന്തറിയാമോ? ആ വാഹനമൃഗത്തിൽ ഇറങ്ങിയിട്ട് അവനെ എടുത്ത് താങ്ങി വാഹനമൃഗത്തിൽ കയറ്റുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആ താങ്ങുന്ന കരം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായി തീരട്ടെ. അത് നമ്മളെ ബലപ്പെടുത്തുകയും മുന്നോട്ടുള്ള യാത്രയിൽ ഹല്ലേലൂയ വഴി നടത്തുവാനും ഇടയായി തീരും. ഹല്ലേലൂയ. ജെ.വി. പീറ്ററിനെ പറ്റി എത്ര പേര് കേട്ടിട്ടുണ്ട്? വലിയ പാട്ടുകാരനാണ്, അനേക പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, തിരുവനന്തപുരത്താണ് താമസിച്ചത്. ഹല്ലേലൂയ. താൻ പാടുവാനിടയായി തീരും. താങ്ങും കരങ്ങളുണ്ട്. നിൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, തളരുമ്പോൾ, ഹല്ലേലൂയ, താങ്ങുന്ന കരം കാണുവാനുണ്ട് തൻ്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. അനേക പ്രയാസങ്ങൾ പ്രതികൂലം കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ പേനയെടുത്ത് എഴുതുവാനിടയായി തീർന്നു. താങ്ങും കരങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരും ക്ഷീണിച്ച് തളർന്നു പോകല്ല്. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓരോ ദിവസവും എന്താണ്? ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ക്രിസ്തീയ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുവാനുള്ള ബലവും ശക്തിയും നൽകുന്നതാണ്. ഒരു വാഹനത്തിൻ്റെ ഇഞ്ചനാണ് അതിനെന്ത് ചെയ്യുന്നറിയാമോ? മുന്നോട്ട് അതിനെ തള്ളിവിടുന്നത്. ഒരു ദൈവവേദലിനെ ഹല്ലേലൂയ മുന്നോട്ട് തള്ളിവിടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തുള്ള പ്രത്യാശയാണ്, ദൈവത്തോടുള്ള സ്നേഹമാണ്. നമ്മൾ ഓരോ ദിവസം എന്നറിയാമോ നമ്മളെ ഫോഴ്സ് ചെയ്ത് നമ്മളെ മുന്നോട്ട് വിടുന്നത്. ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലവിധമാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കഷ്ടങ്ങളും ഭാരങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ഈ ലോകം. എന്നാൽ നമ്മൾ ദൈവത്തോട് അടുത്ത് വരുമെന്നറിയാമോ? ദൈവസ്ഥലിലെ പ്രത്യാശ വർദ്ധിക്കുവാനിടയായി തീരും. വായിച്ച സംഗീതത്തിലേക്ക് മടങ്ങി വരാം. ഇവിടെ സംഗീതത്തിൻ്റെ കാര്യം പറയുന്ന 5-ാമത്തെ വാക്യം, ഞാൻ കിടന്നുറങ്ങി യഹോവയെ താങ്ങിയാൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഉണർന്നിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ എല്ലാവരും ശ്രദ്ധിച്ചേ, എത്ര പേര് കിടന്നുറങ്ങിയിട്ടുണ്ട്? ദൈവം നമ്മളെ താങ്ങിയതുകൊണ്ടല്ലോ ഇന്നിവിടെ കടന്നു വരുവാനിടയായി തീർന്നത്. അനേകം പേര് കിടന്നുറങ്ങിയിട്ട് ഉണരാതിരിക്കുമ്പോൾ ഹല്ലേലൂയ. ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ ദിവസം കേൾക്കുവാനിടയായി തീർന്നു. 24 വയസ്സുള്ളൊരു കുഞ്ഞ് രാത്രി കിടന്നുറങ്ങി. അതിന് എപ്പിലെപ്സി വരുമായിരുന്നു. ഹല്ലേലൂയ. പല ട്രീറ്റ്മെൻറ്റും നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ രാവിലെ എന്ന് മാതാവ് കതവിന് കൊട്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചു കിടക്കുന്ന ആട്ടാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകം പേര് ഈ ലോകത്തിൽ നിന്ന് ഹല്ലേലൂയ പ്രായവ്യത്യാസമില്ലാതെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുത്തുന്നു. ദൈവം കൃപയാൽ എന്നെ നിങ്ങളെ താങ്ങിയത് മുഖാന്തരം ഓരോ ദിവസവും ദൈവം നമ്മളെ പരിപാലിക്കുവാനിടയായി തീർന്നു. അവരുടെ കൃപകളെ ഓർക്കുമ്പോൾ കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്, യഹോവ എന്നെ താങ്ങി, അതുകൊണ്ട് ഇന്ന് പൽക്കാലം ഉണർന്നിരിക്കുന്നു. ഈ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്ന് ക്രിയ ചെയ്യുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. മനുഷ്യരെന്നെ താങ്ങിയത് മുഖാന്തരമല്ല, ദൈവം എന്നെ താങ്ങിയത് മുഖാന്തരം ഇന്ന് ഞാൻ ഉണർന്നിരിക്കുന്നു. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഓരോ അവയവങ്ങൾ, ഹാർട്ട്, ഹല്ലേലൂയ, ലിവർ ഓരോന്നും ഫങ്ഷൻ ചെയ്യുന്നത് മുഖാന്തരമാണ്. നമ്മൾ അറിയുന്നില്ല. ഉറങ്ങുമ്പോൾ ഓരോ കാര്യങ്ങൾ ഫങ്ഷൻ ചെയ്യുന്ന മുഖാന്തരമാണ് ഇന്ന് ഞാൻ
സംവിധാനം ഉണർന്നിരിക്കുന്ന ലങ്സ്, ഹല്ലേലൂയ, ഒരു മിനിറ്റ് ശ്വാസമില്ലാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകുമായിരുന്നു. ഹാർട്ട് വർക്ക് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ ബ്ലോക്കായിട്ട് നമ്മൾ മരിച്ചു പോകുമായിരുന്നു. കൃപയാൽ നമ്മുടെ ജനനം മുതൽ ഇന്ന് വരെ താങ്ങി പരിപാലിക്കുന്ന ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സംഗീതകാരൻ പറയുന്നത്, ഞാൻ സുഖമായി കിടന്നുറങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. തൻ്റെ ജീവിതത്തിൽ തൻ്റെ മകൻ ഉൾപ്പെടെ അനേകം പേര് തനിക്കെതിരെ കടന്നു വന്നപ്പോഴും പറയുന്നത്, ദൈവത്തിൽ ആശ്രയിച്ച മുഖാന്തരം ഞാൻ സുഖമായി കിടന്നുറങ്ങി. ഹല്ലേലൂയ. എൻ്റെ കൂടെയുള്ള പട്ടാരക്കാരല്ല എന്നെ താങ്ങിയത്, യഹോവ എന്നെ താങ്ങി. അതുകൊണ്ട് ഞാൻ ഉണർന്നിരിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 6-ാമത്തെ വാക്യം വായിക്കാം. എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചുറ്റുപാടും സാഹചര്യങ്ങളെ കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും സാഹചര്യങ്ങൾ കാണുമ്പോൾ, ചുറ്റുപാടിൽ നോക്കുമ്പോൾ, ഇവിടെ നമ്മൾ നേരത്തെ വായിച്ചത് യേശുവിൻ്റെ ശിഷ്യന്മാർ കാറ്റും കടലും ഒക്കെ കണ്ട്, കോളെ കണ്ട്, തിരമാലയെ കണ്ട് അവർ ഭയപ്പെടുവാനിടയായി. ഒരു ക്രിസ്തീയ ജീവയാത്രയിൽ നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ സാഹചര്യങ്ങളല്ല നമ്മൾ ഭയപ്പെടേണ്ടത്. നമുക്ക് ചുറ്റും പാളയമിറങ്ങുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം. സാഹചര്യം എന്ത് എന്ന് ആയിരുന്നാലും വാക്ക് പറഞ്ഞ ദൈവം എന്നറിയത്തില്ല, അവർ വാക്ക് മാറുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത്, എനിക്ക് വിരോധമായി ചുറ്റുമടങ്ങുന്ന 1000 ജനങ്ങളെ കണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലെ എന്നെന്ന് പറയാമെന്നറിയാമോ? ദാവീദ് പറയാൻ കാര്യമുണ്ട്. തൻ്റെ ജീവിതത്തിൽ ആ ധൈര്യമുണ്ട്. കഴിഞ്ഞ നാളിൽ ദൈവം വഴി നടത്തിയ വിധങ്ങളെ താൻ പുറകോട്ടിറങ്ങി ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ, ഒന്നുമില്ലായ്മയെ രാജസ്ഥാനത്ത് കൊണ്ടുവന്ന് ഇത്രത്തോളം തന്നെ വഴി നടത്തിയ ദൈവത്തെ താൻ പുറകോട്ടിറങ്ങി ചിന്തിപ്പാനിടയായി. 1000 പേരിൻ്റെ ചുറ്റുപാട് കടന്നു വന്നാലും ഞാൻ ഭയപ്പെടാതെ എൻ്റെ ജീവിതയാത്ര മുന്നോട്ട് പോകുവാനിടയായി തീരും. 8-ാമത്തെ വാക്യോട് വായിക്കാം. നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞു. എൻ്റെ 8-ാമത്തെ വാക്യം. രക്ഷ യഹോവയ്ക്കുള്ളതാണ്. അവസാനത്തെ വാക്യം വായിച്ച്, നിന്റെ അനുഗ്രഹം ജനത്തിൻ്റെ മേല് വരുമാറാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇന്ന് പൽക്കാലം നമ്മൾ പ്രാപിച്ചുകൊണ്ട് പോകുവാനിടയായി തീരണം. മാതാപിതാക്കളോ ബന്ധക്കാരോ ചർച്ചക്കാരോ നമ്മളെ ശപിച്ചേക്കാം, നീ കൊള്ളാത്തവനാണ്, നമ്മൾ തെറ്റുകളോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകളൊക്കെ പറയുമ്പോൾ ശകാരത്തിൻ്റെ ശാപത്തിൻ്റെ വാക്കുകളൊക്കെ കടന്നു വന്നേക്കാം. എൻ്റെ ദൈവം നമ്മളെ ശപിക്കുന്നവനല്ല, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കുഞ്ഞിനെ അമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. അവിടെ നമുക്കറിയാമോ, സ്വർഗത്തിൽ നിന്ന്, സിയോനിൽ നിന്ന് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരുവാനിടയായി തീരും. തലളവണക്കാൻ നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയാൽ ഉണർന്നിരിക്കുന്നു. ഈ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ഇന്ന് പൽക്കാലം താങ്ങുന്ന മാനുഷ്യ കരങ്ങൾ നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ അടിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, ഉയരത്തിൽ നിന്ന് ഒരു കരം വന്ന് ഇത്രത്തോളം നമ്മളെ താങ്ങിയ ദൈവത്തിന് നന്ദി പറഞ്ഞാണ്. ചില മിനിറ്റുകൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ആരും മൗനമായിരിക്കാതെ ഇത്രത്തോളം താങ്ങിയ ദൈവത്തിനെ അല്പ മിനിറ്റുകൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് യേശുവിൻ്റെ രക്തത്താൽ ജയം. അതരങ്ങളെ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ഒന്നുമില്ലായ്മയിൽ എന്നെ നിങ്ങളെയും പേര് വിളിച്ച് കൊണ്ടുവന്ന് അനുഗ്രഹിച്ച് ഇത്രത്തോളം മാനിച്ച് സ്ഥാനവും മാനവും ഭവനവും വാഹനവും ഒക്കെ തന്ന ദൈവത്തെ ഇന്ന് പൽക്കാലം മൗനമായിരിക്കുവാനല്ല, അതരങ്ങളെ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം. അതരങ്ങൾ ചലിച്ചാട്ട് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയുടെ കരം എൻ്റെ ജീവിതത്തിലും താങ്ങിയത് മുഖാന്തരം ഹല്ലേലൂയ ഇന്നും നമ്മൾ ഉണർന്നിരിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുവാനിടയായി തീർന്നു. അവനെന്നെ ശക്തീകരിക്കും, അവനെന്നെ സഹായിക്കും, അവൻ എൻ്റെ ഭുജം ഹല്ലേലൂയ എൻ്റെ മേൽ നീട്ടി എന്നെ ബലപ്പെടുത്തുവാനിടയായി തീരും. ഇന്ന് പൽക്കാല ബലത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തേ. അപ്പോൾ ഉയരത്തിലെ ശക്തി എനിക്ക് ആവശ്യമാണ്. ഞാൻ ക്ഷീണിച്ചു പോകുന്ന, തളർന്നു പോകുന്ന മാറയെപ്പോലെ ഹല്ലേലൂയ കയ്പ് കടന്നു വരുമ്പോൾ പിറുപിറുക്കുന്ന അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. കർത്താവേ, ഇന്ന് പൽക്കാലം നീ എന്നോട് ക്ഷമിക്കുമാറാകണമേ. നിൻ്റെ കരത്താൽ എന്നെ താങ്ങിയത് മുഖാന്തരം ഇന്നും ഞാൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്, ഹൃദയങ്ങളെ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് ഹല്ലേലൂയ. ആരെയാണ് ദൈവം താങ്ങുന്നത്? അവനോട് പറ്റിയിരിക്കുന്നവരെ, അവനോട് ചേർന്നിരിക്കുന്നവരെ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരെ ദൈവം താങ്ങുവാനിടയായി തീരും. അവൻ്റെ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ ദൈവത്തിൻ്റെ വഴി കൂടെ മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ വിട്ട് ദൂരത്ത് പോകുവാനല്ല, ദൈവത്തോട് ഓരോ ദിവസവും അടുത്ത് വരുവാൻ, ആ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, അവൻ്റെ ഹൃദയത്തോട് ചാരിയിരിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് ഹല്ലേലൂയ. ലോക ഇമ്പങ്ങൾ നമ്മളെ വിളിച്ചിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് പലപ്പോഴും നമ്മളെ അടർത്തി മാറ്റുവാൻ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ് ഹല്ലേലൂയ, അവനോട് അടുത്ത് വരിക.
ദൂരെ മാറിപ്പോയി കഴിഞ്ഞാൽ ശത്രുവിൻ്റെ പരീക്ഷകൾ പലതും കടന്നു വരും. ഒരു കോഴിക്കുഞ്ഞിനെ ഹല്ലേലൂയ ഒരു കഴുകൻ റാഞ്ചാന് നോക്കി നിൽക്കുകയാണ്, എപ്പോഴ് അതിന് അമ്മയുടെ അടുത്തുനിന്ന് മാറുന്നുണ്ട്. ഇന്നുപോലെ കാലം പിശാചും അതുപോലെയാണ്. ദൈവത്തിൻ്റെ സന്നിധി വിട്ട്, ആരാധന വിട്ട്, പ്രാർത്ഥന വിട്ട്, കൂട്ടായ്മ വിട്ട്, ഉപവാസം വിട്ട്, ദൈവത്തിൻ്റെ വചന വായന വിട്ട് നമ്മളെപ്പോൾ മാറിപ്പോകുന്നുണ്ടോ, പിശാച് നിന്നെ റാഞ്ചുവാൻ നോക്കി നിൽക്കുമ്പോൾ ഇതുപോലെ കാലം ദൈവത്തോടടുത്ത് വന്നാട്ട് ദാവീദ് പറയാണ്, നീ എനിക്ക് ചുറ്റും പരിചയമാണ്. ഹല്ലേലൂയ, നമ്മുടെ സഹായകനാണ്. ഹല്ലേലൂയ, അവൻ നമ്മോട് കൂടെയുണ്ട്. യേശു വാക്ക് പറഞ്ഞവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. താങ്ങുന്ന യഹോവയുടെ കരം കഴിഞ്ഞ നാൾ ഞങ്ങളെ സഭയായിട്ട് വ്യക്തിപരമായി താങ്ങി ഇത്രത്തോളം ഞങ്ങളെ വഴിനിർത്തുവാനിടയായി തീർന്നല്ലോ. തുടർന്ന് ഞങ്ങളെ വഴിനിർത്തുവാൻ ശക്തനായ ദൈവത്തിനായി സ്തോത്രം. ആ കേൾപ്പിച്ച വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ബലത്തിനും ശക്തിക്കും ധൈര്യത്തിനും പ്രത്യാശയ്ക്കും കർത്താവെ കാരണമാക്കി തീർന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു. സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളായ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കാൻ